ഹായ് ഫ്രണ്ട്സ്, യാഷിക ടാരോ വേൾഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ മോർണിംഗ് തോട്ട്സ് എന്താണെന്നാണ്. എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ രാവിലത്തെ ചിന്തകളെന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് 5 ഓഫ് സോഡ്സ്, 5 ഓഫ് വാൺസ്, 4 ഓഫ് സോഡ്സും 6 ഓഫ് വാൺസുമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ 5 ഓഫ് വാൺസ് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻസിലോ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റിലോ ആയിരിക്കാം. അതായത് അതിന് മുൻപുണ്ടായിരിക്കുന്ന ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഒരു അഭിപ്രായ വ്യത്യാസം എന്നിവയെല്ലാം അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. അവർ അതിനെപ്പറ്റി ഓർത്ത് ആലോചിച്ച് അവർ നിൽക്കുന്നതായിട്ടാണ് നമുക്കിവിടെ 5 ഓഫ് സോഡ്സ് കാണിക്കുന്നത്. പിന്നെ 5 ഓഫ് വാൺസ് പറയുന്നത് ഈ അഭിപ്രായ വ്യത്യാസം, കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ അവർക്ക് ഇതെല്ലാം അവർ പറയുന്ന കാര്യങ്ങളാണ് ശരിയാണെന്ന് തെളിയിക്കണമെന്നും എന്താ പറയുക, ഒരു കോമ്പറ്റീഷൻ ഉണ്ട് അവർക്ക്, നിങ്ങളുമായിട്ടൊരു കോമ്പറ്റീഷൻ, അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യങ്ങളാണ് ശരിയെന്ന് വിചാരിച്ച് അതിലൂടെ പോകാനായിട്ടാണ് അവർ ശ്രമിക്കുന്നത്. എന്നാലും അവരുടെ മനസ്സിൽ കുറച്ച് വിഷമങ്ങളുണ്ട്, പക്ഷേ അവർ അത് ശരിയാണെന്ന് വിചാരിച്ച് തന്നെയാണ് നിൽക്കുന്നത്. അവരൊരു മത്സരത്തിലാണ്, അവർക്ക് അവർ പറയുന്ന കാര്യങ്ങളിൽ ജയിക്കണമെന്നുള്ളൊരു മത്സരത്തിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നത്. ഈ അവസ്ഥകളിലൂടെ എല്ലാം കടന്നു പോയിട്ട് അവർക്ക് കുറച്ച് വിശ്രമം വേണമെന്നാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത്. അതാണിവിടെ 4 ഓഫ് വാൺസ് 4 ഓഫ് സോഡ്സ് കാണിക്കുന്നത്. ഇനി ഈ കോൺഫ്ലിക്റ്റും ഈ മത്സരങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാം ഉണ്ടായപ്പോഴും അത് കഴിഞ്ഞിട്ട് ഒരു വിശ്രമം എടുക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ എന്താ പറയുക, ഒരു ആക്ഷൻ എടുക്കാതെ കുറച്ച് നാൾ റെസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാം എന്ന രീതിയിലാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത്. പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് 6 ഓഫ് വാൺസ് ആണ്. 6 ഓഫ് വാൺസ് പറയുന്നു ഈ കോൺഫ്ലിക്ട്സും അഭിപ്രായ വ്യത്യാസങ്ങളിലൂടെയെല്ലാം കടന്നു പോവുകയാണെങ്കിലും അവസാനം അവരൊരു ആലോചിച്ച് ഒരു തീരുമാനത്തിൽ എത്തുക തന്നെ ചെയ്യും. അതായത് ഒരു വിജയത്തിലേക്ക് തന്നെ ഈ ബന്ധം കൊണ്ടുപോകുമെന്ന് തന്നെയാണ് അവർ ഇതിനകത്ത് പറയുന്നത്. അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ അവർക്ക് നിങ്ങളുമായിട്ടുള്ള മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും വഴക്കുകളും അതിൻ്റെ എല്ലാം മൂർച്ചേറി എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ അവരുടെ മനസ്സിലുണ്ടെന്നും അതവർ വിട്ടുകളയാൻ തയ്യാറായിട്ടില്ലെന്നും അവരതിനെപ്പറ്റി ഓർത്ത് എന്താ പറയുക, നിങ്ങളോടൊരു വിശ്വാസക്കുറവോ അല്ലെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി ഓർത്തിട്ട് അവർക്കൊരു ബുദ്ധിമുട്ടോ ഇപ്പോൾ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് അവർ കുറച്ച് ഇതിനെപ്പറ്റിയൊക്കെ ആലോചിച്ചിട്ട് തീരുമാനം എടുക്കാമെന്ന രീതിയിൽ അവരൊന്ന് റെസ്റ്റ് ചെയ്ത് പതുക്കെ, അതായത് സ്ലോ ആക്ഷനായിട്ട് മുന്നോട്ട് വരികയും വിജയിക്കാം എന്നാണ് അവർ കരുതുന്നത്. ഇതാണ്